കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ദേശീയപാത വികസനത്തിലെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടക്കുന്നത് ഈ കേരളത്തിലാണ്. ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പദവിക്കൊരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് വിവരമില്ല എന്നൊന്നും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് നല്ല വിവരമുണ്ട്, പക്ഷേ അതിൽ ലേശം വളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിലെ തകരാറ്. എന്താ ചെയ്യുന്നത്? 650 കിലോമീറ്റർ നീളത്തിൽ ഒരു ദേശീയപാത വരും. 650 കിലോമീറ്റർ നീളത്തിൽ വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിങ്ങനെ കണ്ട് വളരെ നല്ല നിലയ്ക്ക് അഭിമാനപൂർവ്വമാണ് അതിനെ കാണുന്നത്. കാരണം ഇന്ത്യയിൽ വേറെ ഒരിടത്തും 6 വരിയിൽ ഇത്ര 600 കിലോമീറ്ററിലധികം ദേശീയപാത, അതിൽ ഇടതടവുകളില്ല, നേരെ പോവാം. അതിന് 2 സർവീസ് റോഡ്, ഫലത്തിൽ 8 വരി, ഈ നിലയിൽ പൂർത്തീകരിച്ച ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. നമ്മളൊക്കെ വിഷമിച്ചിരുന്നത് എന്താ? 3 ദശാബ്ദമായിട്ട് പെട്രോളിൽ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നികുതിയുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നൊക്കെ സമാഹരിച്ചു കൊണ്ടുപോയത് 10,000 കോടി രൂപയാണ്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു നിക്ഷേപമൊന്നും കിട്ടിയില്ല. ദേശീയപാതയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും പിന്നിൽ. പാർലമെന്റിലെ ചോദ്യങ്ങളുണ്ടല്ലോ, ഉത്തരങ്ങളുണ്ടല്ലോ. പുതിയ ദേശീയപാത 4 വരി 6 വരി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളമായിരുന്നു. ഏറ്റവും കുറവ്. പിന്നെ വല്ല ഈ ചെറിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഉണ്ടാവാം, അതിന് മാറ്റിയെടുത്ത് നമ്മുടെ പ്രധാന സംസ്ഥാനങ്ങളിൽ. അത് തടസ്സപ്പെടുത്തിയത് ആരാന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും. കാരണം ഇതിവിടെ നടപ്പില്ല എന്ന് തീരുമാനിച്ചവരാണ് UDF-കാർ. ഇതിവിടെ വേണ്ട, ഇതിവിടെ പറ്റില്ല, സാധിക്കില്ല എന്നാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണമല്ലേ നടക്കുന്നത്. ഇതിവിടെ പറ്റില്ല എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടല്ലേ സംസാരിക്കുന്നത്? അങ്ങനെയല്ലേ സംസാരിച്ചത്? കേരളത്തിൻ്റെ വികസനത്തിൻ്റെ വഴി മുടക്കുക എന്നത് ആ വികസനം നടത്താൻ ചുമതലയുള്ളവർ നേരിട്ട് ചെയ്തത് നമ്മൾ കണ്ടു. പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇടതുപക്ഷം, വിശേഷിച്ച് അന്ന് CPM സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി എന്താ പറഞ്ഞത്? നമുക്ക് നല്ല റോഡ് വേണമെന്നാണ്. ഞങ്ങളെല്ലാവരും ആലോചിച്ച് പാർട്ടി നിലനിൽക്കാൻ തീരുമാനിച്ചു. ദേശീയപാത വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാവരുത്. രാഷ്ട്രീയം നോക്കിയല്ലോ. UDF അധികാരത്തിലിരുന്നപ്പോഴും അതേ നിലപാടല്ലേ സ്വീകരിച്ചത്. ഇപ്പം നമ്മളൊരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചു. ഇച്ഛാശക്തി പ്രകടിപ്പിച്ചപ്പോൾ ഇത്ര വേഗത്തിൽ കേരളത്തിൽ എന്താ ഇവിടെ പറഞ്ഞിരുന്നത്, എന്താ പ്രചരിപ്പിച്ചിരുന്നത്? ഇടതുപക്ഷം വന്നാൽ വികസനം ഉണ്ടാവില്ല. ഇപ്പം ആ റോഡ് ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. പട്ടിക വരുന്നു. ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു, ചില ഭാഗങ്ങൾ 80%, ചിലത് 90%, നല്ല നിലയിൽ. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഈ റോഡ് വരുന്ന സമയത്ത് കുറേ ആശങ്കകൾ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായി. ഏറ്റവും വേഗതയിൽ പ്രവർത്തനം പൂർത്തീകരിച്ചത് മലപ്പുറം ജില്ലയ്ക്കകത്താണ്. മികവാർന്ന പ്രവർത്തനങ്ങളിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നല്ല മാറ്റം കേരളത്തിലുണ്ടാക്കും. ഏത് സമൂഹത്തിനും മൂലധന നിക്ഷേപത്തിന് അടിസ്ഥാന സൗകര്യം വേണം. റോട്ടിൽ കിടക്കാൻ പറ്റുമോ? 2-3 മണിക്കൂർ നമുക്ക് പിന്നെ ട്രാഫിക് ജാമിൽ കിടക്കാൻ പറ്റുമോ? ഇതങ്ങനെയല്ലല്ലോ. ദേശീയപാതയിലെത്തിയാൽ നമുക്ക് നേരെ അങ്ങ് പോവാം. കേരളത്തിൻ്റെ വേഗത എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പോവാം? വളരെ വേഗത്തിലാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ പോവാണ്. അതിന് ആ നിലയിൽ കാണണ്ടേ? ഒരു സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരാഹ്ലാദം, ഭയങ്കരന്മാരാട്ടോ. ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ദൗർബല്യമുണ്ടാവുന്നതെങ്കിൽ കറക്റ്റാ. പണി നടക്കുമ്പോൾ തകരാറുണ്ടാവാം. തകരാറുണ്ടായാലും പരിഹരിക്കണം. അങ്ങനെയല്ലേ അതിനോട് സമീപിക്കുക? രക്ഷപ്പെട്ടു, കിട്ടിപ്പോയി എന്ന നിലപാട് എടുക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സ്വീകരിക്കുന്ന ചില മനോരോഗികളുണ്ട്. അത് ചില മാധ്യമങ്ങൾക്കിടയിൽ. അവർ പിന്നെ അങ്ങനെ പ്രവർത്തിക്കും. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരങ്ങനെ പ്രവർത്തിക്കും. കേരളത്തിലെ ഈ ദേശീയപാത പ്രവർത്തനം നടക്കുമ്പോൾ ഇത്രയും വേഗത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇത്ര നല്ലൊരു ഇൻവോൾവ്മെൻറ്റ്, ഇടപെടൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മുൻകൈ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? സംസ്ഥാന ഗവൺമെൻറ് പണം തരാതെ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സന്നദ്ധത വേറെ ഏതെങ്കിലും ഇന്ത്യ സംസ്ഥാനത്തുണ്ടായോ?
നല്ല നിലയിൽ ഇടപെടുമ്പോൾ വേഗത്തിലാക്കാനും പരിശ്രമം നടത്തും, സഹായിക്കും. അതിൽ ഫെസിലിറ്റേറ്ററാണ് സംസ്ഥാന ഗവൺമെൻറ്. ആ പ്രവർത്തനം ഭംഗിയായി നടത്തി, അതിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. എന്തോ അത് വന്നാൽ അത് വരാൻ പാടില്ല എന്ന നിലപാടാണ്. അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലോ. അതിൻ്റെ ആ നിലയിൽ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും മുന്നേറ്റത്തിനും ഇപ്പോഴുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ ഗുണപരമായ പരിവർത്തനത്തിനും എതിരാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനതയ്ക്കെതിരാണ് എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്കും ഭാവിക്കുമെതിരാണ്. നാളെ മികച്ച കേരളം ഈ ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നവർ കേരളത്തിനോടാണ്, കേരളത്തിൻ്റെ ജനങ്ങളോടാണ്, അടുത്ത തലമുറയോടാണ് മോശമായി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടോളണം.